അപ്പോൾ ചാനൽ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ടെ. നമ്മുടെ ഹാൻഡ് റെയിലിൻ്റെ പണിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള ഇരുമ്പിൻ്റെ സ്ട്രക്ചറിലാണ് ഹാൻഡ് റെയിൽ അടിക്കുന്നത്. അതേപോലെ തന്നെ ഈ സ്ട്രക്ചറിൽ പലകയാണ് വരുന്നത്. 2.5 ഇഞ്ച് കനത്തിലുള്ള പലകയാണ്. നമുക്കിവിടെ പൈപ്പ് എടുത്തിട്ടുള്ളത് 1:1 പൈപ്പും അതിൻ്റെ ടോപ്പിലേക്ക് വന്നിട്ടുള്ള 1.5 സ്റ്റീലിൻ്റെ പൈപ്പുമാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ അറ്റത്തുമായിട്ട് 2 കാല് പിടിപ്പിച്ചിട്ടുണ്ട്. കാരണം ആ അളവിലാണ് ബാക്കിയുള്ള കാലുകളൊക്കെ സെറ്റാക്കുന്നത്. അതേപോലെ തന്നെ മുകളിലേക്ക് കയറിപ്പോകുന്ന കൂടുതൽ സ്റ്റെപ്പ് ഉള്ളതിലെയും അതേപോലെ സെറ്റാക്കിയിട്ടുണ്ട്. ആ ഒരറ്റത്തും അതിൻ്റെ മുകളിലെ അറ്റത്തും ഓരോ കാല് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ത്രൂ ആയിട്ട് ഒരു പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതേപോലെ താഴത്തും പൊട്ടിയിട്ട് ഇടയിലാണ് ഓരോ സ്റ്റെപ്പിലേക്കുള്ള കാല് വരുന്നത്. എല്ലാ സ്റ്റെപ്പിനും നമ്മൾ കാല് ഉദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റെപ്പിലും നമ്മൾ കാല് കൊടുത്തിട്ടുണ്ട്. കാല് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലേറ്റിൻ്റെ അടിയിൽ നിന്ന് മൂല വെട്ടി തിരിച്ച് യു പോലെ ആക്കിയിട്ടാണ് നമ്മൾ ഓരോ പോസ്റ്റും സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് കാണാനാണ് നമുക്ക് വൃത്തി ഉണ്ടാവുക. അതാണ് സെറ്റ് ആവുകയുള്ളൂ. കാരണം അത്രയും ഗ്യാപ്പ് നമ്മൾ പലകയും കയറി നിൽക്കാനുള്ളതാണ്. ഈ പലകയൊക്കെയാണ് നമ്മൾ ആ സ്റ്റെപ്പിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ കുറച്ച് പണി ഇനിയും ബാക്കിയുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ സ്ട്രക്ചർ ഏകദേശം സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കാലൊക്കെ സെറ്റ് ചെയ്ത അളവിന് ഇടയിലുള്ള കുറുക്ക് കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലേക്കും കൂടി ഒന്ന് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലേക്കുള്ള സ്റ്റീലിൻ്റെ പൈപ്പും കൂടി വെക്കാനുണ്ട്. ഏറ്റവും ടോപ്പിൽ നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പാണ് വെക്കുന്നത്. കൈപ്പിടിയായിട്ട് വരുന്നത്, കൈ വെക്കാൻ പാകത്തിനുള്ള സാധനം. അപ്പോൾ നമ്മൾ ഏകദേശം സ്ട്രക്ചറിൻ്റെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളതിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ളത് 1:1 പൈപ്പാണ് കേട്ടോ. മുകളിലേക്ക് മാത്രമേ 1.5 സ്റ്റീലിൻ്റെ പൈപ്പ് ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടുത്തെ പണി കഴിഞ്ഞ് നമ്മൾ താഴത്തോട്ട് വന്നു. താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെറിയ പൈപ്പ് എടുക്കണം. അവിടെയാണ് ബാക്കിയുള്ള ചെറിയ പീസുകൾ വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പോർഷൻ നമ്മൾ ചെയ്ത് സെറ്റാക്കി നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ത്രൂ ആയിട്ട് ഓട്ടിയിട്ടുള്ള പൈപ്പ് നമ്മൾ എടുക്കണം. അതിന് മുമ്പ് നമ്മൾ അവിടെ ക്രോസ് കട്ട് ചെയ്യാനുണ്ട്. മുകളിലേക്ക് തള്ളി നിൽക്കുന്ന ഈ 1:1 പൈപ്പൊക്കെ ക്രോസ് കട്ട് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് 1.5 സ്റ്റീലിൻ്റെ പൈപ്പ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് വെൽഡിങ് അടിക്കാനായിട്ട്. നമ്മൾ മുകളിൽ വെൽഡിങ് അടിച്ച് വെച്ചിട്ടുണ്ട് സ്റ്റീലിൻ്റെ പൈപ്പ് കേട്ടോ. അപ്പോൾ ചുമരിലേക്കൊക്കെ കുത്തി കൊടുത്തിട്ടാണ് ഉള്ളത്. പിന്നെ ഇതിൽ വന്നിട്ട് ഐറ്റം ആങ്കർ ബോൾട്ട് പ്ലേറ്റ് അടിച്ചിട്ടൊക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് തേപ്പിൽ മറിഞ്ഞു പോകുന്ന ഭാഗമാണ്. പിന്നെ ടൈല് നമ്മൾ അധികം ഡാമേജ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് തുണിയും അട്ടയൊക്കെ നനച്ചിട്ടിട്ടാണ് ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ വെൽഡിങ് താഴ്ന്ന് അടിച്ച് വരികയാണ്. അപ്പോൾ ഫുൾ വെൽഡിങ് അടിച്ച ശേഷം നമ്മൾ ഈ ത്രൂ ആയിട്ട് കൊടുത്തിട്ടുള്ള പൈപ്പൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടിച്ച് വെച്ച് ഈ ഫ്രെയിമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെരിഞ്ഞും വളഞ്ഞൊക്കെ പോയി കഴിഞ്ഞാൽ അത് പിന്നെ പിടിച്ച് വലിച്ച് വരില്ല. അപ്പോൾ കട്ട് ചെയ്ത് പിന്നെയും ശരിയാക്കേണ്ടി വരും. അപ്പോൾ നമ്മളെല്ലാം ഫിനിഷിങ് കഴിഞ്ഞിട്ടാണ് അവസാനമാണ് ആ ത്രൂ ആയിട്ട് കൊടുത്ത പൈപ്പ് എടുത്തിട്ട് പകരം നമ്മൾ മുകളിലേക്കുള്ള സ്റ്റീലിൻ്റെ പൈപ്പ് വെക്കുന്നത്. അപ്പോൾ മാസ്റ്റർ കാല് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. ടൈൽ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ മാസ്റ്റർ കാല് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് പിന്നെ കോൺക്രീറ്റ് ചെയ്ത് സെറ്റാക്കണം. അതേപോലെ സ്റ്റീലിൻ്റെ പൈപ്പ് നമ്മൾ അതിൽ ഡയറക്റ്റ് കൊണ്ടുവന്ന് തട്ടിച്ച് വെൽഡിങ് അടിച്ചിട്ടുണ്ട്. താഴെ 1:1 പൈപ്പും വെച്ച് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ മുകളിലേക്ക് കയറി പോകുന്ന സ്റ്റെപ്പിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ വെച്ച് ഫുൾ വെൽഡിംഗ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഗ്രൈൻഡിങ് ആണ് ചെയ്യാനുള്ളത്. അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രൈൻഡിങ്ങിൻ്റെ പണിയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫിനിഷ് ആയിട്ടാണ്. സ്റ്റീലിൻ്റെയൊക്കെ പണി എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നണം.